കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് റഹീസും വിവരങ്ങൾ നൽകും. ആദ്യം റഹീസ്, എന്താണ് കണ്ണൂരിലെ സാഹചര്യം? അവിടെ കോർപ്പറേഷനിൽ രാവിലെ പോളിംഗ് കുറവായിരുന്നു. ഉച്ചവരെ ഉള്ള പോളിംഗ് കണക്ക് പരിശോധിക്കുമ്പോൾ കണ്ണൂരിൽ മറ്റു കോർപ്പറേഷനുകളെ അപേക്ഷിച്ച് പോളിംഗ് ഉയർന്നിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം എന്താണ് സാഹചര്യം? പക്ഷേ കണ്ണൂരിലെ ഗ്രാമമേഖലകളിൽ കനത്ത പോളിംഗ് ആണ് രാവിലെ മുതൽ. എന്താണ് കണ്ണൂരിലെ ഒരു പൊതുചിത്രം? വിജയകുമാർ, നിലവിൽ ജില്ലയിൽ അതായത് അരമണിക്കൂർ മുൻപുള്ള കണക്കാണ്. ആ കണക്കനുസരിച്ച് 65% പോളിംഗ് ആയിട്ടുണ്ട്. അതായത് 65% ആളുകൾ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ തവണത്തെ ഒരു കണക്ക്, അതായത് 78% പോകാൻ കഴിയുന്ന ഒരു കണക്കാണ്. പ്രത്യേകിച്ച് ഗ്രാമമേഖലകളിലൊക്കെയും ഇപ്പോഴും വലിയ തോതിലുള്ള വോട്ടിംഗ് നടക്കുന്നുണ്ട്. ക്യൂവിൽ ആളുകൾ നിന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. 4 മണി കഴിഞ്ഞതോടുകൂടി ഈ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് കുറേ ആളുകളൊക്കെ എത്തി വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു 75-ന് മുകളിലോട്ടൊക്കെ പോളിംഗ് പോകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണപ്പെടുന്നത്. അത് തന്നെയാണ് ഈ സ്ഥാനാർത്ഥികളുടെയും ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ ഒരു വിശ്വാസം. അവർ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് വരികയാണെങ്കിൽ 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലും അത്യാവശ്യം സാമാന്യം നല്ല രീതിയിലുള്ള പോളിംഗ് തന്നെയാണ് നടന്നിട്ടുള്ളത്. അവിടെ എടക്കാട് 67%-ലധികം പോളിംഗ് നടന്നിട്ടുണ്ട്. പയ്യന്നൂരിൽ 66%-ലധികം, തളിപ്പറമ്പിൽ 66%-ലധികം, കൂത്തുപറമ്പിൽ 65%-ലധികം, പാനൂരിൽ 65%-ലധികം. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ പോളിംഗ് ഏതാണ്ട് 75-ന് മുകളിലേക്ക് പോകുന്ന തരത്തിലൊക്കെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും പോളിംഗ് വന്നിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികളുടെ കണക്കെടുത്താൽ ആന്തൂരാണ് മുന്നിലുള്ളത്. 76%-ലധികം പോളിംഗ് അവിടെ നടന്നിട്ടുണ്ട്. ശ്രീകണ്ഠാപുരത്ത് 66%-ലധികം നടന്നിട്ടുണ്ട്. ഇരിട്ടിയിൽ 67%-ലധികം നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുനിസിപ്പാലിറ്റികളും ഒക്കെ ഉണ്ട്. പക്ഷേ കോർപ്പറേഷൻ പരിധിയിലേക്ക് വരുമ്പോൾ 56.33 നിലവിലുള്ള ശതമാനം. അപ്പോൾ ആ കണക്ക് സത്യത്തിൽ അത്ര ആശാവഹമായിട്ടുള്ളൊരു കണക്കല്ല. പ്രത്യേകിച്ച് UDF-ഉം NDA-യും LDF-ഉം ഒക്കെ ഒരുപോലെ തന്നെ പ്രചാരണം നടത്തി അത്ര തീവ്രമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടും 56% മാത്രമാണ് ഈ ഒരു ശതമാനക്കണക്കിൽ പോളിംഗ് വന്നിരിക്കുന്നത്. പക്ഷേ അത് മറ്റ് കോർപ്പറേഷനുകളെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അത് മോശമാണെന്ന് പറയാൻ കഴിയില്ല. അവസാന റിസൾട്ട് വരുമ്പോഴേക്കും, കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് കണ്ണൂർ കുറച്ചെങ്കിലും കോർപ്പറേഷനിൽ ആളുകൾ എത്തി വോട്ട് ചെയ്യുന്നത് കൂടിയത്. പക്ഷേ ഇപ്പോൾ വൈകിട്ട് നമ്മളിപ്പോൾ പയ്യാമ്പലത്തെ ഒരു ബൂത്തിലാണുള്ളത്. ഡെപ്യൂട്ടി മേയർ ഇന്ദിര മത്സരിക്കുന്ന ബൂത്താണ്. ഒപ്പം തന്നെ അവിടെ ഇപ്പോൾ ഒരു വോട്ടർ പോലും സത്യത്തിൽ ക്യൂവിലില്ലാത്ത നിലയിലാണ് ഈ ബൂത്തൊക്കെയും ഉള്ളത്. അത്രയധികം ആളുകൾ വോട്ട് ചെയ്യേണ്ട സ്ഥലം കൂടിയാണ്. നമ്മളിവിടെ എത്തിയപ്പോൾ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥി എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വളരെയധികം വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ആശങ്കയുണ്ടോ? കുറഞ്ഞിട്ടില്ല, വരും. 2 മണിക്കൂർ സമയമുണ്ടല്ലോ. ഇവിടെ സാധാരണ ഒരു 900 വോട്ട് പോൾ ചെയ്യുമെന്ന് പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. 800-നടുത്തായിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ കൊണ്ട് ഒരു 100 ആൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. അതായത് ഈ അത്ര വലിയ പ്രചരണമാണ്. പ്രത്യേകിച്ച് ഈ ഡിവിഷനിലെന്ന് വെച്ചാൽ ചതുഷ്കോണ മത്സരമായിരുന്നു. ഒരു റബൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. മറ്റ് 2 മുന്നണികൾ വലിയ തോതിൽ പ്രചാരണം നടത്തിയ സ്ഥലമാണ്. ഒപ്പം തന്നെ മറ്റ് ചിലരും കൂടിയൊക്കെ മത്സരരംഗത്തുള്ള സ്ഥലം. അപ്പോൾ ഇത്രയധികം വോട്ട് കുറയാനുള്ളൊരു കാരണമായിട്ട് എന്താണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത്? അല്ല, കാരണം എന്ന് പറഞ്ഞാൽ പലരും സ്ഥലത്തില്ല. അതാണ്, ഉള്ളവരൊക്കെ വന്നുകൊണ്ടുണ്ട്. എല്ലാ വീടുകളിലും മക്കളൊക്കെ പുറത്താണ്. പിന്നെ കുറേ പ്രായമുള്ളവർ. അതുകൊണ്ടാണ് ഉള്ളവർ വരാതിരിക്കുന്ന സാഹചര്യം ഇല്ല. ഇവിടെ ഉള്ളവർ ഇവിടെ വോട്ട് ചെയ്യാൻ സാഹചര്യമുള്ള ആളുകളൊക്കെ വന്നുകൊണ്ടുണ്ട്. അപ്പോൾ പുറത്തുള്ള ആളുകൾ ഒരു രക്ഷയില്ല. പുറത്ത് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ജർമ്മനി, അങ്ങനെയുള്ള ഓസ്ട്രേലിയ, USA, കുറേ മക്കളെല്ലാം അവിടെ ഉള്ളത്. അപ്പോൾ അത് നമ്മളെ ബാധിക്കുന്നുണ്ട്. ഇനി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കുറവ് എന്ന് പറയുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉള്ളവർക്ക് മാത്രം വോട്ടാക്കേണ്ടി വരും തോന്നുന്നു. എന്താണെന്നറിയില്ല. നമുക്ക് എന്താ വെച്ചാൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് കുറയുക എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ആശങ്കയാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം ഈ ഓരോ വോട്ടും എണ്ണിപ്പറക്കി ചെയ്യിക്കേണ്ട വാർഡുകളും ഡിവിഷനുകളിലും ഒക്കെയാണ് ഇത്. കാരണം 10 വോട്ടിനും 15 വോട്ടിനും ഒക്കെ വിജയം മാറി മറിയുന്ന വാർഡുകളിലാണ് അപ്പോൾ ഇത്തരത്തിൽ പോളിംഗ് കുറയുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ അത് കൂടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. യെസ്, നമ്മൾ 1-ാം ഘട്ടത്തിലും ഈ നഗരമേഖലകളിൽ അത്തരമൊരു പ്രതിസന്ധി കണ്ടതാണ്. തിരുവനന്തപുരം തൊട്ട് ഇങ്ങനെ നമ്മൾ കോർപ്പറേഷന്, കൊല്ലം, എറണാകുളം ഒക്കെ, കൊച്ചി കോർപ്പറേഷനൊക്കെ വരുമ്പോഴും നഗരമേഖലകളിൽ പോളിംഗ് കുറയുകയും എന്നാൽ ഗ്രാമമേഖലകളിൽ ചെറു പട്ടണങ്ങളിലൊക്കെ കനത്ത പോളിംഗ് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു 1-ാം ഘട്ടത്തിലും. സമാനമായ സാഹചര്യം തന്നെയാണ് 2-ാം ഘട്ടത്തിലുമെന്ന് വേണം നമ്മൾ ഇപ്പോൾ വിലയിരുത്താൻ. അത് കണ്ണൂർ കോർപ്പറേഷൻ്റെ കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചത്. അപ്പോൾ ഒരു പക്ഷേ ഇനി ഉള്ള ഏതാണ്ട് 1.5 മണിക്കൂർ കൊണ്ട് അത് കൂടുതൽ വോട്ടേഴ്സ് എത്തും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അവർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.